അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, ലോകത്തിലെ പ്രശസ്തനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹമാണ് മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഫലസ്തീനിലാണ് ജനിക്കുന്നത്. ഫലസ്തീനിൽ ജനിച്ച് അദ്ദേഹത്തിന്റെ 2-ാം വയസ്സിൽ ഉമ്മയുടെ കൂടെ മക്കയിലേക്ക് താമസം മാറുകയാണ്. അങ്ങനെ അദ്ദേഹം ചെറുപ്പകാലത്തിൽ തന്നെ ഖുർആൻ പഠിച്ചു തുടങ്ങുകയാണ്. ഖുർആൻ പഠിച്ച അദ്ദേഹത്തിന്റെ 7-ാം വയസ്സിൽ അദ്ദേഹം ഖുർആൻ മുഴുവനായിട്ട് മനഃപ്പാഠമാക്കി കഴിഞ്ഞു. അങ്ങനെ ഖുർആൻ പഠിച്ചതിന് ശേഷം അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ഇൽമ് കരസ്ഥമാക്കണം എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം ഇൽമ് കരസ്ഥമാക്കുവാൻ പ്രശസ്തനായ പണ്ഡിതൻ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക് സഞ്ചരിക്കുകയാണ്. ഇന്നത്തെ കാലത്തെ പോലെ ബൈക്കുകൾ, കാറുകൾ, ബസ്സുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒട്ടകപ്പുറത്തായിരുന്നു ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അടുക്കലേക്ക് ഇൽമ അന്വേഷിച്ചു പോയത്. 7 ദിവസത്തെ വഴിയാത്രയാണ് ഇമാം മാലിക്കിന്റെ അടുക്കലേക്കുള്ളത്. അങ്ങനെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അടുക്കലേക്ക് 7 ദിവസം കഴിഞ്ഞ് എത്തുമ്പോൾ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ ഓതി തീർത്തത് 14 തവണയായിരുന്നു. ഒരു ദിവസം 2 ഖത്തം അദ്ദേഹം തീർത്തിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അദ്ദേഹം ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് ഇൽമ് നേടുകയാണ്. അതിൻ്റെ ഇടയിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലുള്ള ശിഷ്യന്മാരിൽ ഏറ്റവും ചെറിയ ശിഷ്യനാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ തുപ്പലം കൊണ്ട് എഴുതുന്ന രൂപത്തിൽ കുട്ടികൾ കാണുകയുണ്ടായി. അവർ അത് കളിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഉസ്താദിനോട് പറയുകയാണ്. ഉസ്താദ് വിളിച്ച് കാര്യം അന്വേഷിച്ചപ്പോ എന്താണ് കുട്ടി കളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ കളിക്കുകയല്ല, ഞാൻ ഉസ്താദ് പറഞ്ഞ ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്യുകയാണ്. ഉസ്താദ് അത്ഭുതപ്പെട്ടു. ഉസ്താദ് പറഞ്ഞ ഓരോ കാര്യവും ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തുടങ്ങുകയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി എവിടെ നിന്നാണോ തുടങ്ങിയത്, എവിടെ വെച്ചാണോ അവസാനിച്ചത്, അതുവരെ ഒരു തെറ്റുമില്ലാതെ, ഒരു പിഴവുമില്ലാതെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പഠിച്ച് അദ്ദേഹത്തിന്റെ 10-ാം വയസ്സിലാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുവത്ത എന്നുള്ള ഗ്രന്ഥം ഹിഫളാക്കുന്നത്. അങ്ങനെ അദ്ദേഹം അതും പഠിച്ച് കൂടുതൽ ഇൽമുകൾ നേടാൻ തുടങ്ങി. അദ്ദേഹം അവസാനം പണ്ഡിതനായി മാറുകയാണ്, വലിയ ഇമാമായി മാറുകയാണ്. അതിനോടൊപ്പം അദ്ദേഹം വലിയ കവിയുമായിരുന്നു. അദ്ദേഹം എഴുതിയ ചില വരികളുണ്ട്. ഈ ഇൽമ അന്വേഷിച്ച് പോകുന്ന ആളുകളോട് കൊടുക്കുന്ന ചില വരികൾ നമുക്ക് കാണാൻ സാധിക്കും. അഖീലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തത്തിൻ. സഹോദര, 6 കാര്യങ്ങൾ കൊണ്ടല്ലാതെ ഇൽമ നിന്നിലേക്ക് പ്രവേശിക്കൂല. സഉൻബീക ബിതഫ്സീലിഹാ ബിബയാനിൻ. ഞാനത് ഒരു വിശദീകരണത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാ, ദക്കാഉൻ വഹിർസുൻ വഇജ്തിഹാദുൻ വബുൽഗത്തുൻ. ദക്കാ ഉണ്ടായിരിക്കണം, ആദ്യം ബുദ്ധി ഉണ്ടായിരിക്കണം. ബുദ്ധി ഇല്ലാത്ത ആരും നമ്മുടെ ഇടയിൽ ഇല്ല. വഹിർസുൻ, ഹിർസ് എന്ന് പറഞ്ഞാൽ താല്പര്യമാണ്, അതിയായ താല്പര്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വഇജ്തിഹാദുൻ, കഠിനമായ പരിശ്രമം. ഒരു ഇൽമ് നേടണം എന്നുണ്ടെങ്കിൽ അതിയായ പരിശ്രമം ഉണ്ടായിരിക്കണം. ഇമാം
ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഒട്ടകപ്പുറത്ത് 7 ദിവസത്തെ യാത്ര ചെയ്തുകൊണ്ടാണ് ഇമാം മാലിക്കിന്റെ അടുക്കലേക്ക് എത്തുന്നത്. മാത്രമല്ല എത്രയോ ഇമാമിങ്ങൾ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഹദീസുകൾ അന്വേഷിച്ചുകൊണ്ട്, പ്രവാചകന്റെ വാക്കുകൾ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം കിലോമീറ്ററുകൾ താണ്ടി സഞ്ചരിച്ച ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ എത്രയെത്ര പണ്ഡിതന്മാർ, എത്രയെത്ര ഇമാമിയങ്ങൾ, ചരിത്രം വിശാലമായി കിടക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അടുത്തത് വബുൽഗത്തുൻ, ബുൽഗത്ത് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം 5-ാമതായും 6-ാമതായും പറയുന്നുണ്ട് ഫസുഹ്ബത്തു ഉസ്താദിൻ വതൂലു സമാനിൻ. നമുക്കാരാണോ ഇൽമ പഠിപ്പിച്ചു തരുന്നത്, ആരാണോ ഇൽമ എത്തിച്ചു തരുന്നത്, അവരോടുള്ള സ്നേഹം, ബഹുമാനം, അവരോടുള്ള ആ ഒരു അടുപ്പം നിലനിർത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവസാനമായി വതൂലു സമാനിൻ, വിശാലമായ ഒരു സമയം ഇൽമന്വേഷിക്കുന്ന വിഷയത്തിൽ നമ്മൾ കൊടുക്കണം. പെട്ടെന്ന് കുറച്ച് പഠിച്ച് ഞാനെല്ലാം പഠിച്ചു എന്നുള്ളതല്ല. മരണം വരെ പഠിച്ചാലും നമ്മുടെ ഇൽമ പൂർത്തിയാകുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇൽമന്വേഷിക്കുന്നവരായി മുന്നോട്ട് പോകുവാൻ നമുക്കെവർക്കും സാധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെവർക്കും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.